സൈന്യം എന്ന സിനിമയിലൂടെ ഗംഭീര തുടക്കം കുറിച്ച് ജ്വാല എന്ന സീരിയലുകളിലൂടെ വേറിട്ട ഒരുപാട് നിരവധി വേഷങ്ങൾ ചെയ്യുകയും മലയാളി മനസ്സുകളിൽ കുടുംബ പ്രേക്ഷകർക്കെന്ന് ഇഷ്ടപ്പെടുകയും തൻ്റെതായ വ്യക്തിമുദ്ര അഭിനയത്തിൽ പതിപ്പിച്ച നമ്മുടെ എല്ലാവരുടെയും സ്വന്തം മോഹൻലാൽ നമസ്കാരം. നമസ്കാരം. ബാക്കിയുള്ളവരൊക്കെ വിക്രം എന്ന് വിളിക്കുമ്പോഴും ഞാൻ ബ്രദർ അങ്ങനെയാണ് വിളിക്കുക. അപ്പോൾ എപ്പോഴും പുള്ളി ആ ഒരു സൗഹൃദം ഞാൻ നിലനിർത്തിയിരുന്നു. പക്ഷെ പിന്നെ പുള്ളി ഇങ്ങനെ റോക്കറ്റ് പോണ പോലെ അങ്ങ് പോയി. മെസ്സേജ് അയച്ചു, ഞാൻ ചെന്നൈയിലുണ്ട്, കാണാൻ പറ്റും, എപ്പോഴും രാത്രിയായാലും ഷൂട്ടിങ് കഴിഞ്ഞിട്ട് എപ്പോഴായാലും എനിക്കത് കണ്ടാൽ മതി. പക്ഷെ പുള്ളി അതിനും റിയാക്ട് ചെയ്യുന്നില്ല. മെസ്സേജ് അയച്ചതിന് മറുപടിയില്ല, ഫോൺ വിളിച്ചെടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് വിക്രമും മാറിയോ എന്ന് ഞാൻ ആലോചിച്ചു. സൂര്യയുടെയും ഇവരുടെ മാരേജ് അല്ലേ, ജ്യോതിയുടെ മാരേജ് അല്ലേ, അപ്പോൾ എന്തായാലും നിങ്ങളുണ്ടാവും. അതെ ബ്രദർ, പക്ഷെ ഞാൻ ഇല്ല. ഈ ക്യാരക്ടർ ആരാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ആനന്ദൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആരാ ചോദിച്ചു. നമുക്ക് ചോദിച്ചു. അതുകൊണ്ട് സാർ തന്നെ എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ മുകുന്ദനെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു 10 സിനിമ ചെയ്യുന്ന എക്സ്പീരിയൻസ് എനിക്കായിരുന്നു കിട്ടിയത്. കാരണം ഞാൻ അതിലെ എല്ലാ മേഖലയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അയാളെ കുറിച്ച് പറയാൻ ഞാൻ എവിടെയും പറയാത്തൊരു കാര്യമാണ്. പക്ഷേ ഇത് പറയേണ്ടത്, കാരണം ആ സ്റ്റുഡൻറ്റ് വന്നപ്പോഴേ എനിക്ക് ഭയങ്കരമായ എന്നെ ചോദ്യങ്ങൾ ചോദിച്ച് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു ചോദ്യം ചോദിച്ച സ്റ്റുഡൻറ്റ് ആരാണ്? കേൾക്കുന്ന സമയത്ത് എന്ത് തോന്നി? കേട്ടപ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയ സ്റ്റോറിയാണ്. അന്നേ ഞാൻ പറഞ്ഞു, നമ്മളെ പരിമിതമായ ഇതിനുള്ള ഒരു സാങ്കേതികമായ അറിവുകളൊക്കെ വെച്ച് നമ്മൾ പറഞ്ഞു ഇത് ഗംഭീരമാവും, നന്നായിട്ട് വരും എന്നാണ് എൻ്റെ വിശ്വാസം. നല്ല ആക്ടറും കൂടിയാണ് പുള്ളി. അപ്പം നന്നായി ചെയ്തതിന് ശേഷം പുള്ളി പറയും ഞാൻ ഒന്നും കൂടി ചെയ്യട്ടെ. ഞാൻ പറയുന്നത് നന്നായിരുന്നു, അല്ല എനിക്ക് ഒന്നും കൂടി ചെയ്യണത്. പുള്ളി വേറെ രീതി ചെയ്യും. ഹിറ്റ് മേക്കർ എന്നറിയപ്പെടുന്ന ഫാസിൽ സാർ ചെയ്ത അദ്ദേഹത്തിനെ വെച്ച സിനിമ വിജയിച്ചില്ല. അതിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആർക്കും പറയാൻ പറ്റില്ല. പോയി വന്ന രണ്ടാം വരവ് എന്തായിരുന്നു? മികച്ച പ്രതിഭകളുടെ കൂടെ, കഴിവുള്ള മഹാനടന്മാരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റി, അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റി. അത് ആ ഒരു ജനറേഷനാണ്. ഞാൻ പഴയ ജനറേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ, ഞാൻ പഴയ ജനറേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സൈന്യം എന്ന സിനിമയിലൂടെ ഗംഭീര തുടക്കം കുറിച്ച് ജ്വാല എന്ന സീരിയലുകളിലൂടെ വേറിട്ട ഒരുപാട് നിരവധി വേഷങ്ങൾ ചെയ്യുകയും മലയാളി മനസ്സുകളിൽ കുടുംബ പ്രേക്ഷകർക്കെന്ന് ഇഷ്ടപ്പെടുകയും നടൻ എന്ന രീതിയിൽ തൻ്റെതായ വ്യക്തിമുദ്ര അഭിനയത്തിൽ പതിപ്പിച്ച നമ്മുടെ എല്ലാവരുടെയും സ്വന്തം മോഹൻലാൽ നമസ്കാരം. നമസ്കാരം. ഒന്നിട്ട് ഒത്തിരി സന്തോഷം കേട്ടോ. സന്തോഷം. ഞാൻ കുട്ടിക്കാലം മുതൽ ആ സീരിയലുകളൊക്കെ കാണുന്ന സമയത്ത് അതുപോലെ എങ്ങനെയാണ് ആ ചിരി അതിന്നും തുടർന്നു പോകുന്നു. കണ്ടതിലൊക്കെ ഒരുപാട് സന്തോഷം. എനിക്ക് സന്തോഷം. നിങ്ങളെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലെ ഒരുപാട് ആളുകളായിട്ടുള്ള ഇൻട്രാക്ഷൻസൊക്കെ പലപ്പോഴും വാച്ച് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നമുക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റട്ടെ. ഇന്ന് മോഹൻലാലിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുകയെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് ഈ ഒരു ജനറേഷനും അറിയാം, മോഹൻലാൽ വന്ന ഒരു കാലഘട്ടവും അറിയാം. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളും എനിക്കും എൻ്റെ ന്യൂ ജനറേഷൻ പ്രേക്ഷകർക്കും അറിയാൻ ഭയങ്കര ഒരു ആഗ്രഹം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ന്യൂ ജനറേഷനിൽപ്പെട്ട ആളാണ്. പിന്നെ എൻ്റെ പഴയ ജനറേഷൻ, അതായത് എനിക്ക് മുമ്പുള്ള 1-2 ജനറേഷനിൽ ആയിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് എനിക്ക് അഭിനയിക്കാൻ ഇപ്പോൾ മധുസാറിൻ്റെയൊക്കെ സിനിമകൾ കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. നസീർ സാറും മധുസാറൊക്കെ. അപ്പോൾ പിന്നീട് പക്ഷേ അവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റുകയും അവരുമായിട്ടുള്ളൊരു നല്ല സൗഹൃദം ഉണ്ടാവുകയും അതുപോലെ ഒരുപാട് മികച്ച പ്രതിഭകളുടെ കൂടെ, കഴിവുള്ള മഹാനടന്മാരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റി, അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റി. അത് ആ ഒരു ജനറേഷനാണ് ഞാൻ പഴയ ജനറേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ, ഞാൻ പഴയ ജനറേഷൻ നമ്മൾ 35-37 വർഷമായി ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. പക്ഷേ ഞാനും ന്യൂ ജനറേഷൻ തന്നെയാണ്. എനിക്ക് നിങ്ങളുടെ ജനറേഷൻ തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ജനറേഷൻ്റെ എല്ലാ സാധനങ്ങളും എനിക്ക് ചിലപ്പോൾ വർക്കൗട്ട് ആവില്ലെങ്കിലും ഞാൻ നിങ്ങളെ കൂടെയാണ്. മനസ്സുകൊണ്ട് പറ്റണ പോലെയൊക്കെ മാക്സിമം നമ്മൾ പിടിച്ചു നോക്കും. ഞാൻ ഒരു ഫോട്ടോ കാണിക്കാം, ഓർമ്മ വരുന്ന കാര്യങ്ങളൊന്ന് പങ്കുവെക്കും. എന്താണാവോ ഫോട്ടോ? ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു സിനിമയാണ് സൈന്യം. ഇതിന് മോഹൻലാലിൻ്റെ എവിടെ നിന്ന് പറയാമോ? അബിയുടെയും ദിലീപിൻ്റെയൊക്കെ പറകിലുണ്ട്, അപ്പുറത്തുണ്ട്, നമ്മളെ വിക്രമം, എല്ലാവരും ഉണ്ട്. ഒരു രസകരമായ കാലഘട്ടമല്ല സിനിമയായിരുന്നു അത്. കാരണം ഞാൻ എൻ്റെ ശരിക്കും ഒന്ന് 2ാമത്തെ സിനിമയായിട്ടാണ് തോന്നുന്നു ഈ സൈന്യം. അപ്പോൾ ആ സൈന്യം ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊരു അവിടെ എയർഫോഴ്സ് അക്കാദമിയിലായിരുന്നു ഷൂട്ടിങ്. ആ ഷൂട്ടിംഗ് സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ഷൂട്ടിങ്ങിനേക്കാളും
ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ആദ്യമായിട്ടാണ് ഒരു എയർഫോഴ്സ് അക്കാദമിയിലൊരു സിനിമ ചെയ്യുക. അപ്പോൾ എല്ലാ ഈ സിനിമകൾ നേരത്തെ ചെയ്തിട്ടുള്ള ആളുകൾക്ക് പോലും അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. അപ്പം ഞങ്ങൾ പുതിയ ആൾക്കാരാണ്, ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര രസമായിരുന്നു. ഞങ്ങളെല്ലാവരും തമ്മിൽ ഒരു ഭയങ്കരമായ ഐക്യം ഉണ്ടായിരുന്ന സമയത്ത്, അഭിനയിക്കുമ്പോഴും അഭിനയിക്കാതിരിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം 45 ദിവസം അവിടെ എയർഫോഴ്സ് ഹൈദരാബാദ് അക്കാദമിയിൽ, ഹൈദരാബാദിൽ, പിന്നെ ബാംഗ്ലൂർ, ചെന്നൈയിലൊക്കെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയ സിനിമയായിരുന്നു, അന്നത്തെ സമയത്ത് ഒരു വലിയ സിനിമയായിരുന്നു അത്. വിക്രം, നമ്മുടെ അഭിക്കും നമുക്കിന്നും അവരൊക്കെ മാത്രമല്ല, അതിൽ കുറേ നല്ല സൗഹൃദങ്ങൾ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. ഇപ്പോൾ വിക്രമൊക്കെ ആയിട്ടൊക്കെ എനിക്കിപ്പോഴും വിക്രമിനായിട്ടുള്ള ഒരു പറയാം നല്ല ഓർമ്മകളാണ് എല്ലാം. കാരണം പുള്ളി ഞാനായിട്ട് ഭയങ്കര നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും വിക്രമിനെ കുറിച്ച് പറയുമായിരുന്നു ഇങ്ങനെ, വിക്രം എൻ്റെ ഒരു ബ്രദറിനെ പോലെയാണ്. അയാളെ ഒരു മൊത്തം ഫിസിക്കും അയാളൊരു എനിക്ക് എൻ്റെ ഒരു ബ്രദറുമായിട്ടൊരു രൂപസാദൃശ്യമുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പുള്ളിയെ, ഞാൻ മാത്രമല്ല അയാളെ വിളിക്കുന്നത് ബ്രദർ എന്നാണ് വിളിക്കുന്നത്. വിക്രം എന്നോ അല്ലെങ്കിൽ മറ്റുള്ള ബാക്കിയുള്ളവരൊക്കെ വിക്രം എന്ന് വിളിക്കുമ്പോഴും ഞാൻ ബ്രദർ അങ്ങനെയാണ് വിളിക്കുക. അപ്പോൾ എപ്പോഴും പുള്ളി ആ ഒരു സൗഹൃദം ഞാൻ നിലനിർത്തിയിരുന്നു. പക്ഷേ പിന്നെ പുള്ളി ഇങ്ങനെ റോക്കറ്റ് പോണ പോലെ അങ്ങ് പോയി, ഒരു കയറ്റമായിരുന്നു. അത് വല്ലാത്ത ഒരു വെച്ചാൽ നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ വയ്യാത്തൊരു ലെവലിലേക്കാണ് പുള്ളി മാറിയത്. ഇന്ത്യയിൽ തന്നെ ഒരു വലിയ ഒരു പൊസിഷനിലേക്ക് പുള്ളി ഒരു നടന നിലയ്ക്ക് പുള്ളി എത്തിച്ചേർന്നു. പക്ഷേ അദ്ദേഹത്തിന് ഭയങ്കരമായ അതിൽ വിക്രമിനെ കുറിച്ച് പറയുമ്പോൾ വാക്കുകൾ കുറയ്ക്കാൻ പറ്റില്ല. കാരണം പുള്ളിയുടെ കഠിനാധ്വാനം, പുള്ളിക്ക് ഭയങ്കര ഡിറ്റർമിനേഷനും ഡെഡിക്കേഷനും ആയിരുന്നു പുള്ളിക്ക് ആക്ടിങ്ങിൽ. പിന്നെ ഭയങ്കര സിമ്പിളാണ്, ഡൗൺ ടു എർത്താണ്. വിക്രം അന്യൻ ഹിറ്റായതിനു ശേഷം ഞാനൊരു ഏഷ്യാനെറ്റിൻ്റെ ഷോ സമയത്ത് ഞാൻ എൻ്റെ ഒരു 3 റോ അപ്പുറം ഫ്രണ്ടിൽ പുള്ളി ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ സൈന്യത്തിന് ശേഷം പുള്ളിയെ കണ്ടിട്ടില്ല. ഫോണിലൂടെ മെസ്സേജ് അയക്കും, പുള്ളി തിരിച്ച് മെസ്സേജ് അയക്കും. ഞാൻ ഫോണിലൂടെ കോൺടാക്ട്സ് ഉണ്ട്. പക്ഷേ ഞാൻ തിരക്കുള്ള ആളുകളെ നമ്മളെ സൗഹൃദങ്ങളെ ഞാൻ മിസ്യൂസ് ചെയ്യാറില്ല. എൻ്റെ സൗഹൃദങ്ങൾ കുറേ അതേപോലെ സൗഹൃദങ്ങളുണ്ട്. ഞാൻ മിസ്യൂസ് ചെയ്യാറില്ല എന്ന് പറയുന്നതിനേക്കാളും ഞാൻ യൂസ് ചെയ്യാറ് പോലും ഇല്ല. അതെൻ്റെ ഒരു രീതിയാണ്. ഞാനത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ അങ്ങനെയാണ്. എനിക്കതുകൊണ്ട് ആ സൗഹൃദങ്ങൾ ഇപ്പോഴും ഉണ്ട്, സൗഹൃദമുണ്ട്, നിലനിൽക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ മിസ്യൂസ് ചെയ്യാത്തതുകൊണ്ടും നീ യൂസ് ചെയ്യാത്തതുകൊണ്ടും ആണോ എന്നറിയില്ല, എന്തായാലും ആ സൗഹൃദങ്ങളുണ്ട്. അപ്പോൾ ആ പുള്ളിയോട് ഞാനിങ്ങനെ പുള്ളിയെ കാണണോ വേണ്ടേ, കാരണം കണ്ടാൽ പുള്ളി എങ്ങനെ റിയാക്ട് ചെയ്യും, പുള്ളി ആ പഴയ പരിചയം ഉണ്ടാവുമോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ പുള്ളി ഞാൻ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര, അതായത് എത്രയോ കാലമായിട്ട് കാണുന്നൊരു സുഹൃത്തിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ ഒരു അഭിനയവും ഇല്ലാതെയുള്ള സ്വാഭാവികമായ റിയാക്ഷനായിരുന്നു. അതിനവിടെ പിടിച്ചിരുത്തി കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പുള്ളി സിനിമയെക്കുറിച്ചല്ല ചോദിച്ചത്, പുള്ളി എൻ്റെ ഫാമിലിയെക്കുറിച്ചും മറ്റു കാര്യങ്ങളാണ്, ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ടോപ്പിക്സാണ് സംസാരിച്ചത്. അല്ലാതെ സിനിമയിൽ ഇയാൾ എന്ത് വേഷം ചെയ്യുന്നു ഇപ്പോൾ, അല്ലെങ്കിൽ എന്തൊക്കെ കിട്ടി, സിനിമകളുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഒരു പ്രത്യേക ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ ഇല്ലെങ്കിൽ വേറൊരു ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയല്ല പുള്ളി. അപ്പോൾ അതിന് ശേഷം കുറേ ഇരുമുഖൻ്റെ ഒരു പ്രോഗ്രാം ഇവിടെ വന്നപ്പോൾ ഫ്ലവേഴ്സ് TV-യിൽ ഞങ്ങൾ ആ പഴയ സൈന്യം ടീമെല്ലാം കൂടി ഒത്തുചേർന്നു. അപ്പോൾ ഞങ്ങളോട് പ്രത്യേകം അവിടുത്തെ അവർ നിർദ്ദേശിച്ചിരുന്നു, ചാനൽ ആൾക്കാർ നിർദ്ദേശിച്ചിരുന്നു, നമ്മൾ വരുന്ന കാര്യം ഇദ്ദേഹത്തിന് അറിയില്ല, വിക്രത്തിന് അറിയില്ല, നമ്മളിവിടെ ഉണ്ട്. ഞങ്ങളെ ഒളിപ്പിച്ച പോലെയായിരുന്നു റൂമിൽ, ഒരു സർപ്രൈസ് ആയിട്ട് റൂമിൽ ഞങ്ങളെ പൂട്ടിയിട്ട പോലെ വെച്ചാൽ ഒളിപ്പിച്ച് നിർത്തിയിരിക്കുക. കാരണം ഞങ്ങൾ ആരും പുറത്തിറങ്ങാൻ പാടില്ല. കാരണം ഇദ്ദേഹം വന്ന് ഷോ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചു. അങ്ങനെ ആ ഒരു എപ്പിസോഡ് ഉണ്ട്, നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാം. ആ പുള്ളിയുടെ ആ റിയാക്ഷൻ കാണണം. അത് പുള്ളി ചോദിച്ച പഴയ സുഹൃത്തുക്കളൊക്കെ ആരൊക്കെ എങ്ങനെ കോൺടാക്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ പുള്ളി ആരുടെയൊക്കെ പേരുകൾ പറഞ്ഞു. പക്ഷേ എൻ്റെ പേര് ഞാൻ പറയുന്നത് ഞാൻ കേട്ടു. അവരുടെ മുകുന്ദ് എന്നാണ് എന്നോട് എന്നെ വിളിക്കുക. അപ്പോൾ മുകുന്ദുമായിട്ട് ഞാൻ മെസ്സേജ് ചെയ്യാറുണ്ട്, പുള്ളി മെസ്സേജ് ചെയ്യാറുണ്ട്, ഞങ്ങൾ അങ്ങനെ സംസാരിക്കാറുണ്ട്, ഇടയ്ക്ക് വല്ലപ്പോഴും കിട്ടുമ്പോൾ സംസാരിക്കും. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ എൻട്രി ചെയ്യാണ്. വളരെ ഒരിക്കലും അദ്ദേഹം പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ അവിടെ വരുന്നുള്ളത്. അപ്പം പുള്ളിയുടെ റിയാക്ഷൻ കാണാം. അതെന്ന് പറഞ്ഞാൽ ആ റിയാക്ഷൻ മാത്രം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഒരു വ്യക്തിയെ, ഒരു സുഹൃത്തിനെ എങ്ങനെ കാണുന്നു, ഒരു സുഹൃത്തിനെ അയാളെ എങ്ങനെ, സുഹൃത്തുമായിട്ടുള്ള ഒരു ആത്മബന്ധം എത്രത്തോളം അയാളത്തെ ശക്തമാണെന്നുള്ള ആ ഒരു റീലെടുത്ത് നോക്കി കണ്ട, നമ്മൾ യൂട്യൂബിലൊക്കെ ഉണ്ട്, സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഇരുമുഖൻ്റെ ഫംഗ്ഷൻ ഭയങ്കര ജെനുവിനാണ്. അപ്പോൾ പുള്ളിയെക്കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ നിർത്തില്ല. അത് പുള്ളിയെക്കുറിച്ചാണ് കൂടുതൽ പറയേണ്ടി വരിക. കാരണം വെച്ചാൽ അങ്ങനെ ഒരു ഹൈറ്റിൽ നിൽക്കുന്ന ഒരാൾക്ക് ശരിക്ക് ഇപ്പം എന്നോട് പറഞ്ഞു, ഞാൻ പണ്ട് ഏതൊരു സിനിമ ഷൂട്ട് ചെയ്യണം സമയത്ത് സായിയേട്ടനൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങളെല്ലാം കോമ്പിനേഷനാണ്. എനിക്കോട് മധുസാറിൻ്റെ പടമാണെന്ന് തോന്നുന്നു, ഏതൊരു സിനിമ പതാകയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ സിനിമ ചെയ്യണ സമയത്ത് അങ്ങനെ ഈ വിക്രമിൻ്റെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാരണം ഞങ്ങൾ ഒരിക്കൽ ഈ ജ്യോതികയുടെയും സൂര്യയുടെയും കല്യാണം നടക്കുന്ന ദിവസം
ചെന്നൈയിൽ. അപ്പോൾ എനിക്കറിയാം വിക്രം അന്ന് ചെന്നൈയിലുണ്ട്, ഞാൻ അന്ന് ചെന്നൈയിലുണ്ട്, വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയിട്ടുണ്ട് ചെന്നൈയിൽ. അപ്പോൾ എനിക്ക് വിക്രമിന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെയൊക്കെ ഈ ഇരുമുഖൻ്റെയൊക്കെ മുമ്പെയാണ്, ഈ പറഞ്ഞ ഫംഗ്ഷനൊക്കെ വരുന്നതിന് മുമ്പേ വിക്രം വലിയ സ്റ്റാറായിരിക്കുന്നു. അപ്പോൾ എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാം, പുള്ളി എവിടെ ഷൂട്ടിംഗ് വെച്ചാൽ അവിടേക്ക് പോകാൻ എനിക്ക് തയ്യാറാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിന് കാറുണ്ട്, കാണണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചു, പക്ഷെ പുള്ളി ഫോൺ എടുക്കുന്നില്ല. മെസ്സേജ് അയച്ചു, ഞാൻ ചെന്നൈയിലുണ്ട്, കാണാൻ പറ്റും, എപ്പോഴേലും രാത്രിയായാലും ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് എപ്പോഴായാലും എനിക്കൊന്ന് കണ്ടാൽ മതി. പക്ഷെ പുള്ളി അതിനും റിയാക്ട് ചെയ്യുന്നില്ല. മെസ്സേജ് അയച്ചതിന് മറുപടിയില്ല, ഫോൺ വിളിച്ചെടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് ആ വിക്രമും മാറിയോ എന്ന് ഞാൻ ആലോചിച്ചു. അതായത് പുള്ളിയും നമ്മൾ പറയുന്നൊരു സ്വഭാവം ഉണ്ട്, അതായത് വലിയ പൊസിഷനിലെത്തുമ്പോൾ നമ്മളെ രീതികൾ മാറും, സ്വഭാവം മാറും എന്നൊക്കെ പറയണേ ചില ആൾക്കാർ പറഞ്ഞേക്കണ്ട. അങ്ങനെ പുള്ളി മാറി കാണാം, ചിലപ്പോൾ അങ്ങനെ മാറിയതായിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ഒരു സന്ധ്യ കഴിഞ്ഞ് ഒരു 7 മണിയായപ്പോൾ പുള്ളി എന്നെ വിളിക്കുന്നു, ബ്രദർ ഞാൻ സോറി കേട്ടോ, എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല, പുള്ളി സ്വിറ്റ്സർലാൻഡിൽ എവിടെ ഏതൊരു സോങ് ഷൂട്ട് ചെയ്യുക, ഒറ്റ ദിവസം ഞാൻ അവർക്ക് ഡേറ്റ് കൊടുത്തുള്ളൂ, എനിക്കിത് തീർത്ത് വരാണ്, ഞാൻ ഫോണെല്ലാം മാറ്റി വെച്ചിരിക്കുകയായിരുന്നു, ഫോൺ എടുക്കാൻ പറ്റില്ല. എന്താ വിളിച്ചതെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ചെന്നൈയിലുണ്ട്, നിങ്ങൾ ചെന്നൈയിലുണ്ടാവും എന്ന് വിചാരിച്ചു, കാരണം സൂര്യയുടെയും ഇവരുടെയും മാരേജ് അല്ലേ, ജ്യോതിയുടെയും മാരേജ് അല്ലേ, അപ്പോൾ എന്തായാലും നിങ്ങളുണ്ടാവും. അതെ ബ്രദർ, പക്ഷേ ഞാൻ ഇല്ല, നെക്സ്റ്റ് ടൈം എന്തായാലും വരുമ്പോൾ കാണാൻ എന്നെ വിളിക്കണം നിർബന്ധമായിട്ട്, ഞാൻ എന്തായാലും നമുക്ക് കാണാം എന്ന് പറഞ്ഞ് ഒരുപാട് പ്രാവശ്യം പുള്ളി ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെയൊക്കെ ഒരാൾ അങ്ങനെ ആ പൊസിഷനിൽ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ ഫ്രീ ആയിരുന്നില്ല, ഞാൻ സ്വിറ്റ്സർലാൻഡിലായിരുന്നു, ഞാൻ ഷൂട്ടിലായിരുന്നു. വളരെ അങ്ങനെ ഞാൻ അതേ പ്രതീക്ഷിച്ചുള്ളൂ. അങ്ങനെ അതിലും അപ്പോഴും ഞാൻ അയാളുടെ ഒരു എളിമയും കാര്യങ്ങൾ അത് ഫേക്കല്ല, വളരെ കൃത്യമാണ്. കാരണം എന്നോട് അങ്ങനെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ഇതേക്കുറിച്ച് പുള്ളിയോട് പറഞ്ഞപ്പോൾ എന്നോട് സഹായിക്കായിട്ട് ചോദിച്ചു, മുതൽ ഫോൺ പുള്ളി എടുക്കുമോ, നമ്മൾ ഫോൺ പലപ്പോഴും ആര് വിളിച്ചിട്ടും പുള്ളിനെ ഫോൺ കിട്ടാറില്ല എന്ന് പറഞ്ഞു. നിനക്ക് കിട്ടാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അത് പുള്ളി എനിക്ക് എൻ്റെ ഭാഗ്യം കൊണ്ടായിരിക്കാം, ഞാൻ തിരിച്ചു വിളിക്കും. പക്ഷേ അതേ സമയത്ത് ഞാൻ വിളിച്ച് ഞാൻ വെറുതെ ഹായ് സുഖം എന്നൊക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയുള്ള വിളിയാണല്ലോ, അത് വേറെ എന്തും പ്രത്യേക പരിപാടികൾക്കൊന്നും വേണ്ടിയുള്ള വിളിയല്ല. അപ്പോൾ എനിക്ക് കിട്ടാറുണ്ട്, അതെൻ്റെ ഒരു ഭാഗ്യമാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ചില ആളുകൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ വളരെ റെയറായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ എനിക്ക് പഴയ പോലെ കോൺടാക്ട് ചെയ്യാൻ പറ്റാറില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ ഫോൺ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിലല്ല, ഈ മാനേജർമാരുടെ കയ്യിലായിരിക്കും. മാനേജർക്ക് നമ്മളാരാതൊന്നും അറിയില്ലല്ലോ, സൗഹൃദമൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനങ്ങനെ കാണുമ്പോൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഇപ്പോഴും അതേ പഴയ സൗഹൃദം ഉണ്ടാവും എനിക്കറിയാം. മൂന്തേട്ടനെ പറ്റി ഞാൻ ഒന്ന് സ്റ്റഡി ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ ഒബ്സർവ് ചെയ്യും, അത് വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നുമില്ല, അവരിൽ നിന്ന് മൂന്തേട്ടന് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. ഇത്രയൊരു ഫെയിമായിട്ട് അതിൻ്റെ ആവശ്യമുണ്ടോ? അല്ല, അതിൻ്റെ ആവശ്യം തീർച്ചയായും ഉണ്ട്. കാരണം വെച്ചാൽ എപ്പോഴും ഒരു കലാകാരൻ നിലയ്ക്ക് എന്ന് പറയുകയാണെങ്കിൽ അയാൾ എന്നും ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം. അയാളെ സ്വയം അയാളിലുള്ള കഴിവുകളെ ഇങ്ങനെ പരിപോഷിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അതിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സെൽഫ് ക്രിട്ടിക് ആയിരിക്കണം. അപ്പം നമ്മളിലുള്ള നമ്മുടെ വേണ്ടാത്ത അംശങ്ങളെ നമ്മൾ കളയുകയും നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കേണ്ട അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ അത് അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യണം എന്നാണ് ഒരു കലാകാരൻ്റെ നിലയ്ക്ക് അങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വലിയ ആൾ ചെറിയ ആൾ എന്നുള്ളതല്ല. ഒരാൾക്ക് ഇപ്പോൾ അജിൻ സംസാരിക്കുന്നു, അജിനെ ഞാൻ വാച്ച് ചെയ്യുകയാണെങ്കിൽ അജിനിൽ നിന്ന് എനിക്കെന്തെങ്കിലും സ്വീകരിക്കാവുന്ന ഒരു ക്വാളിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഴിവുണ്ടോ അല്ലെങ്കിൽ അതെനിക്ക് വളർത്തിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ആദ്യം ആലോചിക്കുന്നത്. അല്ലാതെ നിങ്ങളാര് അല്ലെങ്കിൽ അയാൾ ചെറുതോ വലുതോ അയാൾ എന്ത് തെളിയിച്ചു അങ്ങനെയൊന്നല്ല. തെളിയിക്കപ്പെടാത്ത ആളുകളും എത്രയോ കഴിവുള്ള ആൾക്കാരുണ്ട്. തെളിയിക്കപ്പെട്ടില്ല എന്നുള്ള അയാൾ ചിലപ്പോൾ അയാളുടെ അന്നത്തെ ഒരു സാഹചര്യമായിരിക്കും. അല്ലാതെ അയാൾ കഴിവില്ലാത്ത ആളെന്നല്ല, കഴിവുള്ള ആളായിരിക്കും. പക്ഷേ അയാൾക്ക് അത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല, മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ വലിപ്പച്ചെറുപ്പമൊക്കെ ശരിക്കും പറയുവെച്ചാൽ അങ്ങനെയല്ല. അത് വലിപ്പച്ചെറുപ്പം എന്നൊക്കെ പറഞ്ഞാൽ അതോരോരുത്തരുടെ ഭാഗ്യമൊക്കെയാണ്. വലിപ്പച്ചെറുപ്പത്തിനൊന്നും കാര്യമില്ല. ചേട്ടാ, ഇപ്പോൾ ഈ അഭിനയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം മമ്മൂട്ടി ഇപ്പോഴും പറയുന്നുണ്ട്, ഞാൻ ഓരോ ദിവസവും അഭിനയം മെനിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട്. മമ്മൂക്കിയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മുടെ ജ്വാല എന്ന സീരിയൽ അല്ലേ, മൂന്നേട്ടൻ്റെ ഒരു ബ്രേക്ക് എന്ന സീരിയൽ തന്നെയാണ്. എനിക്കൊരു ഭയങ്കരമായ ഹൈപ്പ് കിട്ടിയ ഒരു പ്രോജക്റ്റാണ്. അന്ന് കുറേ പ്രോജക്റ്റുകൾ അതിന് മുമ്പേയൊക്കെ ചെയ്തിട്ടുള്ള വളരെ ഹിറ്റായിട്ടുള്ള പ്രോജക്റ്റുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഭയങ്കര ഹെവി ഹൈപ്പായിരുന്നു. പറഞ്ഞാൽ ജ്വാല ചെയ്യുന്ന സമയത്ത് നമുക്ക് വെളിയിലിറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു കോളേജിലെ ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഓട്ടോഗ്രാഫിനൊക്കെ ഈ പുസ്തകമാണ് തരുന്നത്. പുസ്തകത്തിൽ നമ്മളിങ്ങനെ ഈ സൈൻ ചെയ്ത് ഇങ്ങനെ തള്ളുന്ന അങ്ങനെ ഒരു ലെവലിൽ, അതായത് ആളുകൾക്കിടയിൽ ഈ ഒരു പ്രോജക്റ്റ് അങ്ങ് കയറി. അന്നൊരു പരിധിവരെ ദൂരദർശൻ്റെ ദൂരദർശൻ്റെ ശക്തമായ ഒരു മോണോപ്പൊളി പോലെ നിൽക്കുന്ന സമയമാണ്. അതിലെ ഏറ്റവും ഹിറ്റായിട്ടുള്ള അതൊരു എക്കാലത്തെ ഹിറ്റാണത് ആ പ്രോജക്റ്റ്. അപ്പോൾ
അത് പ്രത്യേകിച്ച് മമ്മൂക്ക പ്രൊഡ്യൂസ് ചെയ്ത പ്രോജക്റ്റാണ് മമ്മൂക്കയുടെ അത് ജ്വാലയ. ആ അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റിൻ്റെ അതിൽ ഹീറോ ആയിട്ട് അഭിനയിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നതൊരു ഞാൻ വലിയൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം മമ്മൂക്കയ്ക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് ഇപ്പോൾ ഡയറക്ടർ മാധവൻകുട്ടി സാറ് പറയുമ്പോഴും ഇപ്പം മാധവൻകുട്ടി സാറോട് ചോദിച്ചു ഇത് ഈ ക്യാരക്ടർ ആരാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഈ ആനന്ദൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആരാ ചെയ്തു മമ്മൂക്ക ചോദിച്ചു. മാധവൻകുട്ടി സാർ തന്നെ എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ മുകുന്ദനെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കൊള്ളാം, ഒറ്റ വാക്കേ പുള്ളി പറഞ്ഞുള്ളൂ, കൊള്ളാം, അത് വേണം, നമുക്ക് മറ്റേ ആൾ ആലോചിച്ചാലെന്ന് അദ്ദേഹം പറഞ്ഞാൽ അത് അയാളാണ്. പിന്നെ അയാളാണ് ആനന്ദൻ, അല്ല ഞാനല്ല. അപ്പോൾ അവിടെ എന്തോ മമ്മൂക്കയ്ക്ക് അത് ഞാൻ കൊള്ളാം എന്ന് തോന്നിപ്പിച്ചത് എനിക്ക് എൻ്റെ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ തോന്നിപ്പിക്കാനുണ്ടായ കാരണം എനിക്കറിയില്ല. കാരണം ഞാൻ അദ്ദേഹത്തിന് അതിന് മുമ്പേ ഞാൻ ഈ സൈന്യം എന്ന് പറഞ്ഞ പ്രോജക്റ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. മമ്മൂക്കയായിട്ടുള്ള ഒരു വ്യക്തിബന്ധം കൊണ്ട് അല്ലാതെ എനിക്ക് അങ്ങനെ തോന്നിപ്പിക്കാൻ എന്താണെന്നറിയില്ല. അദ്ദേഹം കൊള്ളാം എന്ന് പുള്ളിക്ക് അത് വിലയിരുത്തി, അത് പുള്ളി ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് അന്നൊക്കെ ശരിക്കും അന്ന് യൂട്യൂബ് നമ്മളെ ഇതൊന്നും ഇല്ല, അതുകൊണ്ട് ഈ സ്മാർട്ട് ഫോണൊന്നും ഇറങ്ങിയിട്ടില്ല. ജ്വാലയുടെ ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുമ്പേ അദ്ദേഹം ഇതിൻ്റെ പൂജാവേള ഉണ്ടല്ലോ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ചെറിയൊരു കുഞ്ഞു പൂജ സ്ഥലമായിരുന്നു. അത് വെച്ചാൽ മീൻസ് അവിടെ തിരുവനന്തപുരത്ത് മ്യൂസിയം ഹാൾ എന്ന് പറഞ്ഞ ചെറിയൊരു ഹാളുണ്ട്, അവിടെ വെച്ചായിരുന്നു എൻ്റെ ഒരു ഫംഗ്ഷൻ. പൂജ ഞാനൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു തുടങ്ങുന്നതിന് മുമ്പേ. അപ്പോൾ ആ ഫംഗ്ഷനിൽ അദ്ദേഹം പറഞ്ഞു പിന്നെ ഓരോരുത്തരെ കുറിച്ച്, അതായത് നെടുമുടി വേണിച്ചേട്ടൻ അവരുടെ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന വേണിച്ചേട്ടൻ്റെ മോനായിട്ടാണല്ലോ ഞാൻ ചെയ്യുന്നത്. ഓരോ ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം എന്നെക്കുറിച്ച് പറഞ്ഞു. മുകുന്ദൻ പിന്നെ നമുക്ക് മലയാള സിനിമയിലെ മലയാള ടെലിവിഷൻ രംഗത്തെ സൂപ്പർ താരമാണല്ലോ. ഇത് മമ്മൂക്കയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അന്നത്തെ കാലത്ത് അതൊക്കെ നമുക്ക് ചാനലിൽ ഒരു സ്മാർട്ട് ഫോണിൽ കയറ്റി ഇട്ടിരുന്നാൽ ഭയങ്കര ഹൈപ്പാ. നമുക്കിതൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കൊരു ഞങ്ങൾ വരുന്ന കാലഘട്ടത്തിൽ ഒന്നുമില്ല, ഒരു പ്രിന്റ് മീഡിയ ഉണ്ട്. വല്ലപ്പോഴും നാനയിലെ വെളിദേശത്തിൽ ഒരു പടം വന്നാൽ തന്നെ ഭയങ്കര സംഭവമാണ്. ഇപ്പം നമ്മൾക്കിപ്പോൾ വളരെ ഈ ശുഷ്കിച്ച, അതായത് വലിയ ടെക്നോളജി ഒന്നും അത്ര വളരാത്ത, നമ്മൾ ഈ കഷ്ടപ്പെട്ട് നമ്മളന്ന് യാത്ര ചെയ്ത് അങ്ങനെയുള്ളൊരു ഇതിലൂടെ സഞ്ചാരത്തിലൂടെ നമ്മൾ ആ ടെലിവിഷൻ പരമ്പരകളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും നമുക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യങ്ങളുണ്ട്, അത് പറയണം. അതായത് ഇപ്പോൾ ഏതൊരു നടനെ സംബന്ധിച്ചും വലിയൊരു ആഗ്രഹങ്ങളാണ് എം ടി സാറിനൊക്കെ പോലുള്ള ആളുകളുടെ, അല്ല മഹാരഥന്മാരായ എഴുത്തുകാരുടെ കൃതികളിൽ അഭിനയിക്കുക, അദ്ദേഹത്തിൻ്റെ പേനയിൽ എഴുതിയ ഒരു തിരക്കഥയിൽ അഭിനയിക്കുക എന്നൊക്കെ ഏതൊരു നടൻ്റെ സ്വപ്നങ്ങളാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ സിനിമകളൊന്നും ചെയ്യാതെ തന്നെ ടെലിവിഷനിൽ ഇത്തരം അദ്ദേഹത്തിൻ്റെയൊക്കെ നിരവധി കഥകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എം ടി സാറിൻ്റെ. അതുപോലെ പ്രശസ്തരായ ഒരുപാട് എഴുത്തുകാരുടെ, അന്നത്തെ ഏറ്റവും വലിയ ടോപ്പിൽ നിൽക്കുന്ന പല എഴുത്തുകാരുടെയും കൃതികളൊക്കെ ടെലിവിഷൻ രൂപാന്തരം ഉണ്ടായപ്പോൾ അതിൻ്റെയൊക്കെ പ്രധാന കഥാപാത്രങ്ങൾ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ അന്നത്തെ പ്രസിദ്ധരായ അല്ലെങ്കിൽ പ്രഗത്ഭരായ ഒരുപാട് സീനിയേഴ്സായിട്ടുള്ള ആളുകളുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് അന്നത്തെ സാഹിത്യവും ടെലിവിഷനും ഒന്നിച്ചു പോയിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിൻ്റെ പല കൃതികളും അത് ടെലിവിഷൻ രൂപാന്തരം ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെയുള്ള കൃതികളിലൊക്കെ അഭിനയിക്കാൻ പറ്റിയതും ഈ പ്രഗത്ഭരായ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് ഭാഗ്യമാണ്, ഭയങ്കര ഭാഗ്യമാണ്. കാരണം ഇന്നും അത് ആർക്കും ലഭിക്കാറില്ല. കാരണം ടെലിവിഷൻ പരമ്പരകൾ ഇന്നിപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത ഒരേ സമയത്ത് ഷൂട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 45 ടെലിവിഷൻ പരമ്പരകൾ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 50 എണ്ണം നടക്കുന്നുണ്ട്, 55 മുകളിൽ നടക്കുന്നുണ്ട് എൻ്റെ അറിവ് അനുസരിച്ച്. എപ്പോഴും എന്നും അങ്ങനെ നടക്കുന്നുണ്ട്. അതിൽ ഒരു എണ്ണം പോലും ചോദിച്ചാൽ ഇതിലൊരു എല്ലാ സ്വതന്ത്ര കൃതികളായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ ഹിറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രോജക്റ്റുകളുടെ റീമേക്കുകളായിരിക്കാം. അല്ലാതെ ഒരു സാഹിത്യ കൃതി, അത് ആ നോവലിൻ്റെ ഇതാണ് ടെലിവിഷൻ രൂപാന്തരമാണെന്ന് പറയാമെന്ന് ഒന്നും പോലും ഇപ്പോൾ ഉണ്ടാവില്ല. കാരണം ജനങ്ങൾ ആ വായനാശീലവും ആ കാലഘട്ടത്തിൽ വായനാശീലം ഉണ്ടായിരുന്നു. ഞാനൊക്കെ ആ കാലഘട്ടത്തിൽ നന്നായി വായിക്കുമായിരുന്നു. ജീവിതത്തിൽ ഗുണം ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം വായനാശീലം ഒരാളുടെ ഇമാജിനേഷനെയും അയാൾക്ക് ഒരു ആക്ടറെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇമാജിനേഷൻ. അയാളുടെ ഭാവനയിലൂടെ അയാൾക്ക് സഞ്ചരിക്കാൻ പറ്റണം. ഒരു സീൻ കേട്ടാലോ അല്ലെങ്കിൽ ഒരു സീൻ നമ്മൾ വായിക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ആ എഴുത്തുകാരൻ്റെ ഭാവനയ്ക്കൊപ്പം തന്നെ നമ്മുടെ ഒരു ഭാവനയും കൂടി ക്രിയേറ്റ് ചെയ്ത് നമുക്കിതിനൊരു ബ്ലെൻഡായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ആ ഒരു ഭാവന ഉണ്ടാവാനുള്ള ആ ഒരു ശീലം ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ ഏറ്റവും അതിന് ഒരു ആവശ്യമായ കാര്യമാണ് വായന.
നമ്മുടെ പ്രത്യേകിച്ച് അത് എന്ത് വായനയാണ്, ഇപ്പോൾ ഫിക്ഷൻ ആവാം അല്ലെങ്കിൽ മറ്റ് എന്ത് വായിക്കുകയാണെങ്കിലും വായനാശീലം ഉണ്ടാവണം എപ്പോഴും നല്ലതാണ്, ഒരു കലാകാരനെ സംബന്ധിച്ച് നല്ലതാണ്. മൂന്നേട്ടൻ ഇപ്പം വായനശീലത്തിനെ പറ്റി പറഞ്ഞപ്പം മൂന്നേട്ടൻ പറയുന്ന ഓരോ ഡയലോഗുകൾ ഇപ്പം സംസാരത്തിൽ തന്നെ സ്ഫുടതയുണ്ട്, ഒരു സംസാര ശൈലിയുണ്ട്. ഇത് വന്നത് സ്ഫുടതയൊക്കെ എനിക്ക് ഇടയ്ക്ക് ഒരുപാട് ക്ഷീണം വന്നു കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. എന്നാലും ഇത് വന്നത് ഒരു അധ്യാപകൻ എന്ന ഒരു ഘടകം തന്നെയാണോ? അല്ല, ഇത് അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയുള്ള അധ്യാപകൻ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ അധ്യാപനം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് വെച്ചാൽ ഞാൻ ഈ ഡ്രാമ സ്കൂളിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയതിന് ശേഷം പഠിച്ചിറങ്ങിയതിന് ശേഷം തൊഴിലില്ലാതെ, അന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞ പോലെ ചെന്ന ഉടനെ തന്നെ ഇറങ്ങിയാൽ തൊഴിൽ കിട്ടുന്ന ഇപ്പം ഈ നാടക സ്കൂളിൽ പഠിക്കാൻ വിട്ടത് എൻ്റെ വീട്ടുകാർ ചെയ്ത വലിയ പുണ്യമാണ്. കാരണം എന്താ അന്ന് അപ്പം നമ്മളെ എന്ത് പഠിക്കാനാണ് പോണ്, നാടകം പഠിക്കാനാന്ന് പറയുമ്പോൾ ആര് വിടും? അപ്പോൾ അവരെ സമ്മതിപ്പിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ദൂരദർശൻ കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട് ഇവിടെ 84. അപ്പോൾ തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോണു. ദൂരദർശനിൽ ജോലി കിട്ടും, സംഗീത നാടക അക്കാദമിയിൽ ജോലി കിട്ടും, അവിടെ ജോലി കിട്ടും, ഇവിടെ ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞ് സമ്മതിക്കണമല്ലോ. ഇന്നാണെങ്കിൽ പറഞ്ഞു ഞാൻ എളുപ്പത്തിൽ പറയാൻ, നമുക്ക് ഏതെങ്കിലും ചാനലിൽ കയറാം പറഞ്ഞേനെ. അന്ന് പറയാൻ പറ്റില്ല, അന്ന് ചാനലുകളില്ല, ചാനൽ തുടങ്ങിയിട്ടില്ല. ഞാൻ പഠിക്കാൻ ചിലടാൻ പറ്റി ചാനലൊന്നും തുടങ്ങിയില്ല, ഇവിടെ ദൂരദർശൻ പോലും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലാതൊരു സാധനം ചെയ്യാൻ വേണ്ടി നമ്മൾ പോകാന്ന് പറയുമ്പോൾ അത് വിടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇത് പഠിച്ചിറങ്ങിയതിന് ശേഷം തൊഴിൽ രഹിതനാണ്. അതായത് ടെലിവിഷൻ പരമ്പര വല്ലപ്പോഴും ടെലിവിഷൻ പരമ്പര വന്നാൽ അത് പരമ്പര എന്ന് പറയാൻ പറ്റില്ല. 13 എപ്പിസോഡ്, അതിൽ നമുക്ക് എത്ര ദിവസം വർക്ക് ഉണ്ടാവും അറിയില്ല. പിന്നെ ഇന്നത്തെ പോലെ ഈ ഡെയിലി ഒന്നും അല്ല, ഒരു പ്രോജക്റ്റിനാണ് നമ്മളെ കമ്മിറ്റ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡേറ്റ്സ് ആണ് കമ്മിറ്റ് ചെയ്യുന്നത്, അന്ന് പ്രോജക്റ്റാണ് കമ്മിറ്റ് ചെയ്യുന്നത്. ഒരു പ്രോജക്റ്റ് അത് എത്ര ദിവസം വർക്ക് ചെയ്യേണ്ടി വന്നാലും അത് വർക്ക് ചെയ്യണം. നമുക്ക് എത്ര ദിവസം ഉണ്ടെന്നും പറയാൻ പറ്റില്ല. ആകെ വെച്ചാൽ നമ്മളെ കഥയൊന്നും മാറ്റില്ല, നമ്മളെ കഥാപാത്രത്തിന് മാറ്റുക, കഥാപാത്രത്തിനെ കുറയ്ക്കുക, അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അങ്ങനെയുള്ള ഈ ഇന്നത്തെ ഒരു മാർക്കറ്റിംഗ് തന്ത്രങ്ങളൊന്നും വന്നില്ല. അതൊക്കെ നമുക്ക് 2 ദിവസം ഉള്ളെങ്കിൽ ബാക്കി ദിവസം വെറുതെ ഇരിക്കുക. 2 ദിവസം കഴിഞ്ഞാൽ ബാക്കി ദിവസം വെറുതെ ഇരിക്കും. മാത്രമല്ല ഇപ്പം 2 ദിവസമാണ് നമുക്ക് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5 ദിവസം വർക്ക് ചെയ്യേണ്ടി വന്നാലും നമുക്കത് വർക്ക് ചെയ്തേ പറ്റൂ. അതിന് ഫിക്സഡ് പേയ്മെൻ്റ് ആണ്, അല്ല പേയ്മെൻറ്റ് മാറുമൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾക്ക് ഇറങ്ങുന്നത്. അപ്പോൾ പഠിച്ചിറങ്ങിയപ്പോൾ ജോലിയൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോഴും നമ്മുടെ ഒരു സൗഹൃദത്തിലുള്ള നമ്മുടെ ഒരു ഡയറക്ടർ, നമുക്ക് ക്ലാസ്സൊക്കെ നമ്മുടെ ഡ്രാമ സ്കൂളിൽ ക്ലാസ്സൊക്കെ എടുത്തിരുന്ന ഡയറക്ടറാണ് BR ഗോപിനാഥ്. പൂന ഫിലിം ഷൂട്ടിൽ ഇറങ്ങി നമ്മൾ KSFDCയിലെ കുറേ കാലം അവിടുത്തെ ഫിലിം ഓഫീസറൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. മെയ് മാസ പുലരിയിൽ നല്ല സിനിമയൊക്കെ ചെയ്തിട്ടുള്ള ഡയറക്ടർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ എന്നോട് ചോദിച്ച ഒരു ദിവസം അവിടെ ഞാൻ, അപ്പോൾ അന്ന് ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടൊക്കെ അഭിനയിച്ചാൽ അത്യാവശ്യം അഭിനയിക്കില്ല, അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടൊക്കെ ജോലി ചെയ്താൽ അത്യാവശ്യം നമ്മളെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നൊരു സെറ്റപ്പ്, ചെറിയ രീതിയിൽ സംഭവങ്ങളാണെങ്കിലും കിട്ടുമായിരുന്നു. അപ്പോൾ അസിസ്റ്റൻറ്റ് ഡയറക്ടറിൻ്റെ പരിപാടികളൊക്കെ എന്തെങ്കിലും ഡോക്യുമെൻ്ററി അസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ഈ VRG കാണുമായിരുന്നു. VRG ഞങ്ങൾ വിളിക്കുന്ന എല്ലാവരും VRG എന്നാണ് വിളിക്കുക. ഗോപിയേട്ടൻ ഞങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഡയറക്ടറായിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ ഈ പുള്ളിയുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഉണ്ണിക്കുട്ടന് ജോലി കിട്ടിയെന്ന് പറഞ്ഞ സിനിമയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അസിസ്റ്റൻറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്ത് മാത്രമല്ല അതിൽ സർവ്വ സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു 10 സിനിമ ചെയ്യുന്ന എക്സ്പീരിയൻസ് എനിക്കായിരുന്നു കിട്ടിയത്. കാരണം ഞാൻ അതിൽ എല്ലാ മേഖലയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യം ക്ലാപ്പ് അടിക്കണ തൊട്ടിട്ട് അവസാനം എഡിറ്റിംഗ് ടേബിൾ 3 ദിവസം എഡിറ്റിംഗ് ടേബിളിൽ എഡിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്, ഫ്രഷ് എഡിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. അതും പ്രശസ്തരായ ചിത്രലേഖ സ്റ്റുഡിയോ ഒക്കെ ഉണ്ടായിരുന്ന കാലത്തുണ്ടായിരുന്ന അന്നല്ല, അതായത് അടൂർ സാറിൻ്റെയൊക്കെ പടങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുള്ള രാമൻ നായർ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് എഡിറ്റ് ചെയ്യുന്നത്. നമുക്ക് എന്തറിയാൻ നമുക്കേ അറിയുള്ളൂ. അപ്പം നമ്മളിങ്ങനെ രാമേട്ട ഇവിടെ കട്ട് ചെയ്തോളൂ, പുള്ളി നമ്മൾ തിരിഞ്ഞിട്ട് അവിടെ എങ്ങനെ കട്ട് ചെയ്യും, അത് ജമ്പാവില്ലേ, അതെങ്ങനെയാവുന്നു? അപ്പോൾ പുള്ളി അതിന് മറുപടി പറഞ്ഞു തരും. ഇങ്ങനെ ചെയ്താൽ ജമ്പാവും, ഇങ്ങനെ ചെയ്താൽ ജമ്പാവും, ഇന്ന കാരണം കൊണ്ടാണ് ജമ്പാവുന്നത്. നമ്മൾ അതെങ്ങനെ ജമ്പാവും എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് ഇയാൾക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ട്. ആക്ച്വലി ഞങ്ങൾക്ക് അറിവില്ല. ഞാനും വേറൊരു ഡയറക്ടറുണ്ട്, ഞങ്ങൾക്ക് ശരിക്കും ഇതിനെക്കുറിച്ച് അറിവില്ല, ഇത് പഠിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. അപ്പോൾ പുള്ളി അതിന് ക്ലാസ് എടുക്കും. കാരണം പറഞ്ഞാലല്ലേ തിരിച്ച് മറുപടി കിട്ടും. അല്ല പറഞ്ഞാലേ ആദ്യം ദേഷ്യപ്പെടും, എന്നാലും പുള്ളി അതിന് പറഞ്ഞു തരും. അപ്പോൾ അത് പഠിച്ചു. അങ്ങനെ ഓരോ സാധനങ്ങൾ അതൊരു ചെറിയ പഠനശാലയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ സിനിമയ്ക്ക് മികച്ച സാമൂഹിക പ്രസക്തിയുള്ള ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് കിട്ടി, നാഷണൽ അവാർഡ് കിട്ടി ആ സിനിമയ്ക്ക്. പക്ഷെ ആ സിനിമയിൽ ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ലെങ്കിലും അതിൽ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ആസ് ആൻ ആക്ടർ എന്ന നിലയ്ക്കും അതായത് നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ
പ്രധാനമായിട്ട് വേണ്ട ബേസിക്സ് കുറേ കാര്യങ്ങൾ അതിൽ പഠിക്കാൻ പറ്റി. അപ്പോൾ അന്ന് ആ സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ അതിൽ എന്ത് പ്രതിഫലം, ആ സിനിമയിൽ അഭിനയിക്കാനല്ല, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോകുമ്പോൾ അതിൽ എന്ത് പ്രതിഫലം കിട്ടുമെന്നോ അല്ലെങ്കിൽ എത്ര ദിവസം നമുക്ക് എന്ത്, അതൊന്നുമല്ല. നമുക്ക് അതിനോടുള്ള കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് പോകുന്നത്. അത് ഭയങ്കര വ്യത്യാസമാണ്. ആ ആറ്റിറ്റ്യൂഡോട് കൂടി ഒരു സിനിമയെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒരുപാട് പഠിക്കാൻ പറ്റിയത് ആ സിനിമയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ പ്രയോറിറ്റി ഒരിക്കലും പൈസ അല്ല. അപ്പം നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഗോപേട്ടൻ പറഞ്ഞ പുള്ളിക്കാരൻ എപ്പോഴും പടങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, ഡോക്യുമെൻ്ററികളുള്ള സമയത്തൊക്കെ വിളിക്കും. അപ്പം നമുക്ക് വേറെ പരിപാടികളൊന്നും ഇല്ല. വല്ലപ്പോഴും ഈ പറഞ്ഞ പോലെ സീരിയലുകൾ വരുന്നു, അല്ലെങ്കിൽ നാടകം എന്തെങ്കിലും ചെയ്താൽ നാടകത്തിൽ അതിനൊക്കെ എന്ത് തുച്ഛമായ പ്രതിഫലമല്ലേ കിട്ടില്ല, ജീവിക്കണ്ടേ. നമ്മളപ്പോൾ പുള്ളി പറഞ്ഞ ഒരു ഫിലിം ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പല ഫിലിം ഷൂട്ടുകളുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഫിലിം ഷൂട്ടായിട്ട് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞ ഒരു ഫിലിം ഷൂട്ട് അവിടെ ഉണ്ട്. നാഗവള്ളി RS കുറുപ്പ്, അതായത് വേണു നാഗവള്ളിയുടെ അച്ഛൻ ആണ് അതിൻ്റെ ചെയർമാൻ. അപ്പോൾ നമുക്ക് കേട്ടപ്പോൾ അദ്ദേഹമാണ് ചെയർമാൻ. ഓക്കെ, ഒരു പ്രശസ്തരായ. പിന്നെ പല ആൾക്കാരും, ഡയറക്ടർ ജെയിംസ് ജോസഫ് അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. അങ്ങനെ പറയാൻ ആക്ടിങ് ക്ലാസ് എടുക്കാൻ ആളില്ല, എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, അപ്പോൾ ഉടനെ ചോദിച്ചു, ഞാൻ ക്ലാസ്സൊക്കെ ഞാൻ എടുക്കാം, അതൊന്നും പ്രശ്നമൊന്നുമില്ല, എനിക്ക് എന്ത് പ്രതിഫലം കിട്ടും. അപ്പോൾ മണിക്കൂറിന് പ്രതിഫലമൊക്കെ വെച്ച് ഫിക്സ് ചെയ്ത് അങ്ങനെ അധ്യാപകരായിരുന്നു. പക്ഷെ അധ്യാപകനായപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ജോലികൾ വളരെയധികം കമ്മിറ്റഡ് ആയിരുന്നു. നമ്മൾ കൃത്യമായി നല്ല രീതിയിൽ തന്നെ എനിക്കൊരു അധ്യാപകൻ എന്ന നിലയ്ക്കുള്ള സ്കില്ല് എനിക്കുണ്ടെന്ന് ഞാൻ ബോധ്യപ്പെട്ടൊരു നിമിഷമായിരുന്നു. കാരണം ഒരാൾക്ക് അതായത് നമുക്ക് അറിവുണ്ടെങ്കിലും ആ അറിവ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു കഴിവ് ഈ അധ്യാപകൻ ഉണ്ടാവണം. തീർച്ചയായിട്ടും. അത് 10 കുട്ടികളാണെന്ന് വെച്ചാൽ 10 കുട്ടികളും ഡിഫറൻ്റ് ആയിരിക്കും. 10 സ്വഭാവമായിരിക്കും. കഴിവുകളുടെ കാര്യത്തിലും വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പം നമ്മൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ഒന്നാണെങ്കിലും ആ സബ്ജക്റ്റിൽ തന്നെ ഈ എല്ലാ കുട്ടികൾക്കും ഇത് വർക്കൗട്ട് ആവണമെന്നില്ല, ക്യാച്ച് ചെയ്ത് കിട്ടണമെന്നില്ല. അത് കാരണം നമ്മൾ തിയറി അല്ല പഠിപ്പിക്കുന്നത്, നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ളതാണ്. ഒരു കാര്യം ചെയ്താണ് കാണിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ സ്റ്റാനിസ്ലാവ്സ്കി സിസ്റ്റം എന്ന് പറയുന്ന വെസ്റ്റേൺ അഭിനയ സമ്പ്രദായം, അതിനാണ് സ്റ്റാനിസ്ലാവ്സ്കി സിസ്റ്റം എന്ന് പറയുന്നത്. ആ സമ്പ്രദായത്തിൽ ഉള്ള ക്ലാസ് എടുക്കുമ്പോൾ ഈ സിസ്റ്റം നമ്മൾ പറഞ്ഞാലും ഇത് ചിലപ്പോൾ അവർക്ക് തലയിൽ കയറില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ആ സിസ്റ്റത്തിലെ എന്താണ് മാജിക്കൽ എന്ന് പറഞ്ഞ സാധനം എന്താണ്, അല്ലെങ്കിൽ ഗിവൺ സർക്കംസ്റ്റാൻസസ് എന്ന് പറഞ്ഞ സാധനം എന്താണ്, ഇമാജിനേഷൻ, അതെങ്ങനെയാണ് ഒരു ആക്ടർക്ക് അത് ബന്ധപ്പെടുക, ഇത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമുക്ക് പലപ്പോഴും ചെയ്ത് കാണിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അത് മനസ്സിലാക്കി എടുക്കുകയും ചെയ്യണം. അല്ല തിയറി അല്ല ഇത്. തിയറി പറഞ്ഞാൽ ഒരിക്കലും ഇത് വർക്കൗട്ട് ആവില്ല. കാരണം തിയറി വേണം, പക്ഷേ തിയറി അറിയുകയാണപ്പോൾ അത് പ്രാക്ടിക്കലായിട്ട് അത് എങ്ങനെ ചെയ്യാം എന്ന് പഠിക്കുന്നിടത്താണ് അയാൾ വിദഗ്ധനായി മാറുന്നത്. ആ സമ്പ്രദായം അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ അധ്യാപകൻ എന്ന നിലയ്ക്ക് ശരിക്കും വെച്ചാൽ ഞാനൊരു ടീച്ചർ എന്ന് പറയുന്നത് എൻ്റെ ഇങ്ങനൊരു കരിയറിൽ, അതായത് നമുക്കൊരു ഒരു ആക്ടിങ് അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു ആ സമയത്ത്. കാരണം എനിക്ക് 10 കഴിവാണ് ഉള്ളെങ്കിൽ ഞാൻ അതിനെ 15 ആക്കി അവർക്ക് കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. അല്ലാതെ എന്നിൽ 10 ഉണ്ട്, ഞാൻ പറഞ്ഞു വരുമ്പോൾ 2 ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ, അങ്ങനെയല്ല. എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ നല്ലോണം പണിവിട്ടിട്ടുണ്ട്, പക്ഷെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർ ഹാപ്പി ആയിരുന്നു. പക്ഷെ ഞാൻ കേട്ട കഥ, ചേട്ടൻ പഠിപ്പിച്ചവർ ഇന്ന് സൂപ്പർ സ്റ്റാറുകളാണ്. അങ്ങനെ നല്ലത് സൂപ്പർ താരങ്ങളുണ്ടായില്ല. അതായത് അത് അങ്ങനെ പറയാന്ന് വെച്ചാൽ അത് ഞാൻ ശരിക്കും അത് അവർ കുറച്ച് വലിയ പൊസിഷനിലാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ അവരെ എന്നെ കുറിച്ച് പറയുന്നതാണ് എനിക്കിഷ്ടം, നമുക്ക് പറയുമ്പോൾ ഒരു അഭിമാനം തോന്നുന്നു. അഭിമാനമാണ്. പക്ഷേ അത് ശരിക്കും അവരുടെ സ്കിൽ തന്നെയാണത്. അതായത് അവരിപ്പോൾ ഉദാഹരണത്തിൽ അവിടെ കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെ. അതിൽ ഒരാളെ പറ്റി പറയുമ്പോൾ അയാളെ കുറിച്ച് പറയാൻ ഞാൻ എവിടെയും പറയാത്തൊരു കാര്യമാണ്. പക്ഷേ ഇത് പറയേണ്ടത്, കാരണം ആ സ്റ്റുഡൻറ്റ് വന്നപ്പോഴേ എനിക്ക് ഭയങ്കരമായ എന്നെ ചോദ്യങ്ങൾ ചോദിച്ച് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ക്രിയേറ്റീവായിട്ടുള്ള ബുദ്ധിമുട്ട്. അല്ലാതെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യല്ല, എനിക്ക് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുക. അതെ, നല്ല ചോദ്യങ്ങൾ ചോദിക്കുക ആ സ്റ്റുഡൻറ്റ്. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് പിറ്റേ ദിവസമൊക്കെ പോകുമ്പോൾ ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കും. കാരണം ഇയാൾ എന്ത് ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം, എനിക്ക് ഉത്തരം പറയണം. കാരണം പറയണം, ഒരു അധ്യാപകർക്ക് പറയണം. അല്ലെങ്കിൽ ഞാൻ റെഫർ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാമെന്ന് പറയും. ഞാൻ തെറ്റായിട്ട് പറഞ്ഞു കൊടുക്കില്ല. എനിക്ക് ആ ചോദ്യത്തിന് മറുപടി ഇപ്പോൾ പറയാൻ പറ്റിയ നാളെ ഞാൻ പറയാം എന്ന് പറയും. പക്ഷെ അങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല, അപ്പം തന്നെ പറയാൻ പറ്റാറുണ്ട്. പക്ഷെ അങ്ങനെ പറയാൻ വേണ്ടി ഞാൻ നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ സൂപ്പർ താരങ്ങളായത് അവരുടെ കഴിവുകൊണ്ടാണ്. അല്ലെങ്കിൽ അവരുടെ ആ വളർച്ചയിൽ അതിൻ്റെ തുടക്കത്തിൽ എനിക്ക് അതിൻ്റെ ഭാഗമാകാൻ പറ്റിയെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അതിനെക്കുറിച്ച് അവർ പഠിച്ച അവരുടെ അധ്വാനം, അവരുടെ ഡിറ്റർമിനേഷൻ, അവരുടെ അതിനോടുള്ള ഡെഡിക്കേഷൻ എല്ലാം കൊണ്ടാണ് അവർ ആ നിലയിലേക്ക് എത്തിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ആദ്യ കാലഘട്ടത്തിൽ, അതായത് ആ ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് അയാൾ അവിടെ വന്നപ്പോൾ
ഉണ്ടായ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു മാർഗനിർദ്ദേശം കൊടുക്കാനും അതിൻ്റെ പുള്ളിയുടെ ആ ഒരു എന്താ പറയുക പണിയുന്ന ആ നമ്മളെ ഒരു ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ ആ ഫൗണ്ടേഷൻ അങ്ങനെ സാധനങ്ങൾ വെച്ച് പണിത് അങ്ങനെയാണല്ലോ ഒരു വലിയൊരു സ്ട്രക്ചറായി മാറുക. ആ സ്ട്രക്ചറിൽ എവിടേക്കോ അടിസ്ഥാനപരമായ ചില കല്ലുകൾ വെക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ആ സ്റ്റുഡൻറ്റിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഒരു ചോദ്യം ചോദിച്ച സ്റ്റുഡൻറ് ഇന്ന് ആരാണ് ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. ഓവർ ആക്ടിങ് ആണ് സീരിയല്, എന്നും കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഒരേ പാറ്റേൺ ആണ്. സീരിയലിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിക്ക് സിനിമ കിട്ടത്തില്ല. എന്താണ് ഈ നിമിഷം പറയാനുള്ളത് അതിനെപ്പറ്റി? ഇതിന് അങ്ങനെയുള്ള സാധനങ്ങളല്ല ഞങ്ങൾക്ക് വേണ്ടെന്ന് പ്രേക്ഷകൻ ഒരു നിമിഷം ചിന്തിക്കുകയും പറയുകയും ചെയ്താൽ ഇതെല്ലാം മാറ്റപ്പെടും. സീരിയൽ തുറന്നാൽ അവിഹിതമാണ് എന്ന് പറഞ്ഞു, കരച്ചിലാണ്, അവിഹിതം എന്നുള്ള വാക്കും പറയും. ഈ അവിഹിതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് കാണുന്നതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും ഉണ്ടാക്കാനുള്ള പ്രവണത ഇവർക്ക് ഉണ്ടാവുന്നത്. ഞങ്ങൾ ഇത് കാണുന്നില്ല എന്ന് 4 പേര് പറഞ്ഞാൽ മാറ്റി ചിന്തിക്കും. വേണ്ട രീതിയിൽ ആൾക്കാർ അത് എടുക്കുന്നില്ലേ നമ്മൾ പറയാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഒരു ആക്ടർ ആകണമെങ്കിൽ അഭിനയം പഠിക്കണം, അല്ലെ അഭിനയ ക്ലാസ്സുകളിൽ പങ്കെടുക്കണോ? ഒരിക്കലും അങ്ങനെയാണ്. ഇവിടെ അഭിനയ ക്ലാസ്സിൽ പങ്കെടുത്ത ആൾക്കാരല്ലേ ഇവിടെ വലിയ നടന്മാരുണ്ട്. അങ്ങനെയില്ല. കഴിവും ബന്ധമാണ് നിലനിൽക്കാൻ വേണ്ടത്. അല്ല, ബന്ധമുണ്ടെങ്കിലും കഴിവുണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ പറ്റുള്ളൂ. കഴിവുണ്ടെങ്കിൽ ബന്ധമില്ലെങ്കിലും ചിലപ്പോൾ നിലനിൽക്കാൻ പറ്റും. തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ പറയുന്നത് അത് പോയി കാണല്ലേ, അത് മോശപ്പെട്ട സിനിമയാണ്, അഭിനയം പോരാ എന്ന് പറയുന്ന റിവ്യൂവിനോട് ചേട്ടൻ യോജിക്കുന്നുണ്ട്? അത് ശരിയാണോ എന്നോട് ചോദിച്ചാൽ എനിക്ക് അതിനോട് യോജിപ്പില്ല എന്നേ പറയുള്ളൂ. കാരണം അങ്ങനെ അറിവുണ്ടെങ്കിലേ സംസാരിക്കാവുള്ളൂ. അറിവ് വേണ്ടേ, മിനിമം വേണ്ട.